കേന്ദ്ര പദ്ധതികൾ പലതും ഇതിനെ ഇങ്ങനെ തുരങ്കം വെക്കുന്നത് എന്തിനാണ്? ദേശീയപാത വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന തുക 100% തെലങ്കാന ചെലവഴിച്ചു, ആന്ധ്ര ചെലവഴിച്ചു, 75% തമിഴ്നാട് ചെലവഴിച്ചു, 70% കർണാടക ചെലവഴിച്ചു. എന്തുകൊണ്ട് കേരളം ഇത് ചെലവഴിക്കുന്നില്ല? കാരണം ഇതൊക്കെ ചെലവഴിച്ച് ഈ നാട് നന്നായാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ടാണ് ഈ കേരളം നന്നായത്. ഈ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന പല പദ്ധതികളും ഇതുപോലെ തന്നെയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? അതുപോലെ തന്നെ ആരോഗ്യക്ഷേമത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന പല തുകകളും പേരുമാറ്റി ആർദ്രം പദ്ധതിയാക്കി മാറ്റി. PM ശ്രീ, പ്രധാനമന്ത്രി ശ്രീ എന്നുള്ളൊരു പദ്ധതി ഇവിടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം കൈയച്ച് പണം കൊടുക്കുകയാണ്. 1,13,00,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി നീക്കിവെച്ച് ആ പദ്ധതി പ്രകാരം ചെലവഴിക്കേണ്ടത്. അതിൽ 67,93,000 രൂപയും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓരോ സ്കൂളിനും കിട്ടുന്നതാണ്. ഓരോ സ്കൂളിനും 1,13,00,000 രൂപ കിട്ടുന്ന PM ശ്രീ പദ്ധതി എന്തുകൊണ്ട് ഒപ്പുവെക്കുന്നില്ല? നാളിതുവരെയായിട്ട് ഒപ്പുവെച്ചിട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങളും ഒപ്പുവെച്ച് കഴിഞ്ഞു. അവർ ആ പണം വാങ്ങുന്നു. ആ സ്കൂളുകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇത് സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്നതാണ്, ഇത് എയ്ഡഡ് സ്കൂളുകൾക്ക് നൽകുന്നതാണ്. ഈ പണം എന്തുകൊണ്ട് വാങ്ങുന്നില്ല? ഇത് വാങ്ങാതിരിക്കുകയും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രചരണം വ്യാപകമായി പ്രചണ്ഡമായ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? ഇതുപോലെ തന്നെയാണ് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലും. ദേശീയപാത വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക കൊടുത്തിട്ടുള്ളത് കേരളത്തിനാണ്. ഏതാണ്ട് 24-25 ഈ വർഷം, ഈ സാമ്പത്തിക വർഷം 23,300 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൽ 30% തുക പോലും ചെലവഴിച്ചിട്ടില്ല, 30% പോലും. അതേസമയം കേന്ദ്ര സർക്കാർ ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന തുക 100% തെലങ്കാന ചെലവഴിച്ചു, ആന്ധ്ര ചെലവഴിച്ചു, 75% തമിഴ്നാട് ചെലവഴിച്ചു, 70% കർണാടക ചെലവഴിച്ചു. എന്തുകൊണ്ട് കേരളം ഇത് ചെലവഴിക്കുന്നില്ല? കാരണം ഇതൊക്കെ ചെലവഴിച്ച് ഈ നാട് നന്നായാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ടാണ് ഈ കേരളം നന്നായത് എന്ന് ജനങ്ങൾ ധരിക്കുമോ എന്ന് വിചാരിച്ചാണ്. അതൊരു തെറ്റിദ്ധാരണയല്ല, ജനങ്ങൾ ധരിക്കേണ്ടത് തന്നെയാണ്. ജനങ്ങൾ അങ്ങനെ ധരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണോ കേന്ദ്ര പദ്ധതികൾ പലതും ഇതിനെ ഇങ്ങനെ തുരങ്കം വെക്കുന്നത് എന്തിനാണ്? അട്ടിമറിക്കുന്നത് എന്തിനാണ്? ജനങ്ങളെയൊക്കെ യഥാർത്ഥത്തിലുള്ള വസ്തുത പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെൻറ് മടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഓരോ പദ്ധതികളും, ഈ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന പല പദ്ധതികളും ഇതുപോലെ തന്നെയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? അതുപോലെ തന്നെ ആരോഗ്യക്ഷേമത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന പല തുകകളും പേരുമാറ്റി ആർദ്രം പദ്ധതിയാക്കി മാറ്റി. ഇതുപോലെ കർഷകർക്ക് വേണ്ടി നൽകുന്ന പദ്ധതി കോടിക്കണക്കിന് രൂപയാണ്. അതെല്ലാം പേരുമാറ്റി പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ പേരുമാറ്റി ഈ കേരളത്തിലെ ജനങ്ങളെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകാൻ കേരള ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഈ കേന്ദ്രം ഈ കേരളത്തിന് വേണ്ടി നീക്കിവെക്കുന്ന കോടിക്കണക്കിന് രൂപ ചോദിച്ചു വാങ്ങിച്ച് അത് കേന്ദ്രം നൽകുന്നതാണ് എന്ന സത്യസന്ധമായ രീതിയിൽ ജനങ്ങളോട് വിശദീകരണം നൽകി ആ പദ്ധതികളെല്ലാം വിജയകരമായി നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ് സർക്കാർ. സർക്കാർ അത് ചെയ്യുന്നില്ല. കേരള സർക്കാർ അത് ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആ സ്ഥാപനങ്ങൾക്ക് വേണം കേന്ദ്രത്തിന് നേരിട്ട് പണം കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് ചെയ്യുന്നില്ല. ഒരു ഫെഡറൽ സംവിധാനം അനുസരിച്ച് എല്ലാ പദ്ധതികളും കേന്ദ്രം കൊടുക്കുന്ന പണം അത് സംസ്ഥാന സർക്കാരിന് കൊടുത്ത് സംസ്ഥാന സർക്കാർ അത് ചെലവഴിച്ച് അത് സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടുകൂടി അത് നടപ്പിലാക്കണമെന്നാണ് കേന്ദ്രം വിവക്ഷിക്കുന്നത്. ആ തരത്തിലാണ് ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളും അവസാനിപ്പിച്ച് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഓരോ കേന്ദ്ര പദ്ധതികളെയും സമീപിച്ച് അതെല്ലാം വിജയകരമായി നടപ്പിലാക്കി അതിൻ്റെ ഗുണഫലങ്ങൾ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ കേരള സർക്കാർ തയ്യാറാവണം. അല്ലാതെ ഈ തരത്തിൽ ഉള്ള ഈ ഒരു വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കരുത്. ഇത് ഒരു പ്രച്ഛന്ന രാഷ്ട്രീയമാണ്, തെറ്റിദ്ധരിപ്പിക്കൽ രാഷ്ട്രീയമാണ്. ഈ പ്രച്ഛന്ന രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല. സത്യസന്ധമായ രാഷ്ട്രീയത്തിനാണ്, ആദർശ രാഷ്ട്രീയത്തിനാണ്, ഭാവാത്മക രാഷ്ട്രീയത്തിനാണ് കേരളത്തിൽ നിലയും വിലയും ഉള്ളത്.
മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് കേരളത്തിനത് ചെയ്തുകൂടാ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്.